അങ്ങനെ നമ്മുടെ ബ്രെഡ് കോൺ സമൂസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബേക്കറികളിൽ നമുക്ക് ലഭിക്കുന്ന മീറ്റ് റോളിൻ്റെ അതേ രുചിക്ക് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ്. അപ്പോൾ നമ്മൾ സമൂസ ഷീറ്റ് റെഡിയാക്കാനായിട്ട് ഞാൻ 5 സ്ലൈസ് ബ്രെഡ്, സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ജംബോ ബ്രെഡ് കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്, കാരണം നമുക്ക് വലുപ്പത്തിൽ കിട്ടും. ഇത് സാധാരണയുള്ള സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ 4 സൈഡും ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് നല്ലതായി ഒന്ന് പരത്താം. ഏറ്റവും കട്ടി കുറഞ്ഞ് നമുക്ക് കിട്ടത്തക്ക രീതി മാക്സിമം നമുക്കതൊന്ന് പരത്തിയെടുക്കാം. അങ്ങനെ 5 സ്ലൈസ് ബ്രെഡും ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് വെക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആവശ്യത്തിനേക്കായിട്ട് ഇന്നെടുത്തിരിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റാണ്. ഒരു മൊത്തം ചിക്കൻ ബ്രസ്റ്റ് നമുക്ക് ആവശ്യമില്ല, ഇതിൻ്റെ ഒരു പകുതി ഭാഗമേ നമ്മൾ എടുക്കുന്നുള്ളൂ. കാരണം 5 സ്ലൈസേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. കൂടുതലാണെങ്കിൽ നമുക്ക് ഫുള്ളെടുത്ത് ഉപയോഗിക്കാം. ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ബ്രസ്റ്റ് കട്ട് ചെയ്ത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലൊരു ഫൈൻ മിക്സായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ വളരെ നല്ലതായിട്ട് നല്ലൊരു ഫൈൻ ഇത് രീതിയിൽ തന്നെ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു പാൻ വെച്ച് ലേശം എണ്ണ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മിൻസ് ചിക്കൻ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. കാരണം നമുക്കിത് പേസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹാർഡ് ടെമ്പറിലാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇത് നല്ലതായിട്ട് ഈ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് കീമ പരുവത്തിലേക്ക് ആക്കി എടുക്കണം. അത്ര സമയം കൊണ്ട് ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്കിത് സാധിക്കും. അത്ര സമയം കൊണ്ട് ഏകദേശം ഇത് ഒന്ന് വേവുകയും ചെയ്യും. ഇപ്പം ചിക്കനെ നമ്മൾ കീമ ആക്കി അരച്ചെടുത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 1-1.5 മിനിറ്റ് ഞാൻ ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു പകുതി മീഡിയം സവോളയുടെ പകുതി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫൈൻ ചോപ്പ് ചെയ്ത് അതുകൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം ഉപ്പൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അത് നമ്മൾ പാകം നോക്കി ചേർത്ത് കൊടുക്കണം. ഉപ്പ് വളരെയധികം ഒന്നും വേണ്ട, ഒരല്പം ഉപ്പ് മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 2 മിനിറ്റ് സമയം നമ്മളിത് ഇളക്കി കൊടുത്തു. ഇപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. നല്ല കറക്റ്റ് മിക്സറിൽ തന്നെ അത് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്ക് ഇനിയും ഇത് ഫില്ല് ചെയ്യാം. നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ബ്രെഡിലേക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് അല്പം തണുത്തതിന് ശേഷം നമ്മൾ ആ ബ്രെഡ് എടുത്ത് നമ്മൾ ഐസ്ക്രീം കോണ് ആക്കുന്ന രീതിയിലൊന്ന് എടുത്തിട്ട് അതിൻ്റെ സൈഡുകൾ, അതായത് ആ ജോയിൻറ്റുകളെല്ലാം നമുക്കിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം വിരൽ വെച്ച് ചെറുതായിട്ടൊന്ന്. അപ്പോൾ അത് നല്ലതായിട്ട് ഒട്ടിയിരുന്നോളും. പച്ച ബ്രെഡായതുകൊണ്ട് അത് നല്ലതായിട്ട് ഒട്ടിക്കിട്ടും. നമുക്ക് ഈ കോണിലല്ല, ഇനി അതല്ല മീറ്റ് റോളായിട്ട് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ റോളായിട്ടും ചെയ്യാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ 5 ബ്രെഡും നമ്മൾ കോണാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റഫിങ് ഇതിനകത്ത് കൊടുക്കാം. തീരെ അങ്ങ് മുകൾ ഭാഗം വരെ വേണ്ട, ആ കോൺ നിരപ്പിന് അല്പം താഴെ നിൽക്കണം. കാരണം നമുക്കിത് മടക്കി ഒരു സമൂസ ഇതിലേക്ക് ആക്കണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാം നമുക്ക് സ്റ്റഫ് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് എഗ് വാഷ് ചെയ്ത് നമുക്ക് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കണം. അതിലേക്ക് ഞാനൊരു 2 മുട്ട ബീറ്റ് ചെയ്ത് ഒരല്പം സോൾട്ട്, ഒരു പിഞ്ച് സോൾട്ടും ചേർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാ ബ്രെഡുകളും നമുക്ക് ഇതുപോലെ ഒന്ന് ബ്രെഡ് ക്രംബ് കവർ ചെയ്തെടുക്കാം.
അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു ഫ്രൈ പാൻ വെച്ച് നമുക്ക് മൊത്തം മുങ്ങിക്കിടക്കത്തക്ക രീതിയിലല്ല, അതായത് ഈ രീതിയിൽ നമുക്കൊരു പകുതി കിടക്കത്തക്ക രീതിയിലുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചൂടാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ്സ് നമ്മൾ അതിനൊക്കെ വെച്ച് കൊടുക്കാം. പക്ഷേ ഇത് എല്ലാം കുക്കായതാണ്. ബ്രെഡ്, ക്രംസ്, അകത്ത് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്ന നോൺ വെജ് എല്ലാ ഐറ്റങ്ങളും കുക്കായതുകൊണ്ട് തന്നെ ഇത് നല്ല ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക. ഒരു 1-1.5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. നല്ല ക്രഞ്ചിയായി നമുക്ക് ഇത് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് പെട്ടെന്ന് തന്നെ ടേൺ ചെയ്ത് കൊടുത്ത് നമുക്ക് ബാക്കിയുള്ള എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബേക്കറിയിൽ ലഭിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ബ്രെഡ് റോളിൻ്റെ ടേസ്റ്റിലുള്ള നമ്മളുടെ ബ്രെഡ് ചിക്കൻ സമോസ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിൽ 2 ടിഷ്യൂ നമുക്ക് വെച്ച് കൊടുത്ത് നമുക്ക് ഓയിലൊന്ന് ഇവപറേറ്റ് ആകാനായിട്ട് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു സെർവിങ് പ്ലേറ്റിൽ വെച്ച് ഹോട്ടായിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാം. തീർച്ചയായിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. അപ്പോൾ നമുക്ക് ഇത് ടൊമാറ്റോ സോസോ മയോണൈസോ ഉപയോഗിച്ച് നമുക്കിത് സെർവ് ചെയ്യാം. വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീടുകളിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. നിങ്ങളുടെ കമൻസും ലൈക്കും നിങ്ങൾ അറിയിക്കണം. അപ്പോൾ തുടർന്നും നല്ല നല്ല യാത്രകളും നല്ല റെസിപ്പികളും വ്യത്യസ്തമായ രുചികളും നാട്ടുരുചികളും ഹെൽത്ത് ടിപ്സുമായി നമുക്ക് കണ്ടുമുട്ടാം എന്ന് സ്നേഹപൂർവ്വം ലിജു.